ഗർഭപാത്രത്തിൽ വെച്ചാണ് രേഖ ഉത്ഭവിക്കുന്നത്, അല്ലാതെ ജനിച്ചതിന് ശേഷമല്ല. ജാതകം എഴുതുന്നത് എപ്പോഴാണ്? കുഞ്ഞ് ജനിച്ചതിന് ശേഷം. അപ്പോൾ നമ്മൾ പലരും കളിയാക്കിയിട്ടുണ്ട്. ഞാൻ തലയിലെഴുത്ത് കണ്ടിട്ടുണ്ട്. കാരണം ഈ ഫ്യൂച്ചറോളജിയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തല ഈ രണ്ട് ഭാഗത്ത് രണ്ട് ലോക്കുണ്ട്, ഇവിടെ പൊട്ടിച്ചിട്ട് ഇത് ഇളക്കുമ്പോൾ ഒരു ഹെൽമെറ്റ് ഇളവും പോലെ ഇളകി വരും. ഇതിൻ്റെ അടി സൈഡിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ തലയോട്ടിയിലെ അടി സൈഡിൽ നമ്മളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ കയ്യിൽ കാണുന്ന എല്ലാം എഴുതിയിട്ടുണ്ട്. നല്ല 99% കുട്ടികളും ഈ പെരുവിരൽ മറ്റ് വിരലുകളോട് ചേർത്ത് വെച്ച് ജനിച്ചു വരും. 1% കുട്ടികൾ പെരുവിരൽ കൈക്കുള്ളിൽ വെച്ച് ജനിച്ചു വരും. ഇങ്ങനെ വരുന്ന കുട്ടി ജനിക്കുമ്പോഴേ പറഞ്ഞുകൊണ്ട് വരെയാണ് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എൻ്റെ ഓർഗന് കംപ്ലൈൻ്റ് ഉണ്ട്, ജനനം സത്യസന്ധമാണ്, ജനനം ഈശ്വരഹിതമാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇത് രണ്ടും ഇപ്പോൾ ഈശ്വരഹിതമല്ല. ജനനവും മരണവും ഈശ്വരഹിതമല്ല. മരണവുമല്ല, അല്ല, ഒരിക്കലുമല്ല. ഒരിക്കൽ അമേരിക്കക്കാരനായ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് 100 വർഷം ബാക്കിലാണ് ഇന്ത്യക്കാരൊക്കെ, ഇനി 100 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് നിന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ പറഞ്ഞു, ഞങ്ങൾ 100 വർഷം മുന്നിലാണ്. കാരണം ഞങ്ങൾ 100 വർഷം മുമ്പ് ഞങ്ങളെ മുത്തച്ഛന്മാർ ഞങ്ങൾ ഒരു ഡോക്യുമെൻറ്റേഷന് പോകുമ്പം അന്ന് തമ്പ് എടുത്തിട്ടാണ് ഒപ്പിടുന്നത്. ഷൂ വരയ്ക്കാനേ അറിയാവൂ, പേരെഴുത ഒപ്പിടാൻ അറിഞ്ഞൂടാ. അന്ന് എല്ലാവരും വിരൽ വെച്ചിട്ട് ഒരു ഷൂവും കൂടി വരച്ച് അതിൻ്റെ മീതെ വരച്ചിട്ടാണ് ഞങ്ങൾ അപ്പൂപ്പന്മാർ ചെയ്തുകൊണ്ട് തന്നെ. നീ ഇന്ന് ഇത് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ താങ്കളെ കൈ ഇന്ന ജാതി കൈ, ഇപ്പോൾ ആ കൈ ചട്ടുകാകൃതി കൈയാണ്. എനിക്ക് അവിടെ നിന്ന് കാണുമ്പം തന്നെ അറിയാം ചട്ടുക ജാതി കൈയാണ്. ഈ ചട്ടുക ജാതി കൈ, ഈ ചട്ടുക ജാതി കൈക്കാർക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അവനെ ഈ കൊച്ചുകുട്ടിയാണ് ഈ സമയത്ത് അവൻ എന്താണ് അവൻ്റെ തലയിൽ എഴുതി വെച്ചിരിക്കണമെന്ന് കണ്ടിട്ട് അവനെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുമ്പോൾ ഒരു കുട്ടിയും മോശമാവില്ല. ഈ ചട്ടുക കൈകാരന് ഒരുപാട് പണി വാങ്ങിക്കുന്നവർ ഉള്ള കൊട്ടേഷൻ എല്ലാം എടുക്കും, എടുത്തിട്ട് അതെല്ലാം അവരുടെ തലയിലാവും. എടുക്കുന്ന കൊട്ടേഷൻ എന്തെങ്കിലും കൊണ്ട് വയ്ക്കുന്നു, ഒരു കാര്യമില്ല. പക്ഷേ ഉള്ള കൊട്ടേഷനൊക്കെ എടുത്ത് പണി വാങ്ങിക്കും. നമുക്കൊരിക്കലും സമാധാനം കിട്ടും. നമസ്കാരം. അബാക് മീഡിയയിൽ നിന്നുള്ളത് ഡോക്ടർ ജയനാരായൺ ജിയാണ്. പ്രശസ്ത ജ്യോതിഷനും ഫ്യൂച്ചറോളജിസ്റ്റും ഒക്കെയാണ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ ആളാണ്. വളരെ സന്തോഷം അബാക് മീഡിയയിൽ. നമസ്തേ. ഫ്യൂച്ചറോളജിസ്റ്റ്, സത്യത്തിൽ ഇത്രയും കാലത്തിനിടയിൽ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്തെങ്കിലും അങ്ങനെ ഒരാളെ കിട്ടുന്ന കാര്യമായിട്ട് എന്താണ് ഈ ഫ്യൂച്ചറോളജി? അതൊരു വലിയ ചോദ്യമാണ്. ചോദ്യം ചെറുതല്ല, വലിയ ചോദ്യമാണ്. കാരണം ഒരാളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് കൊടുക്കുക എന്നതാണ് ഞാൻ ആ ഫ്യൂച്ചറോളജിസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറോളജി എന്ന സ്ഥാപനം തുടങ്ങാൻ ഇടവന്നെ. അതായത് ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറോളജി എന്നാണ് തുടങ്ങിയത്. അത് 26 വർഷം കഴിഞ്ഞു. ഇപ്പോൾ 26 വർഷമായിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനം 1/4 നൂറ്റാണ്ട് കഴിഞ്ഞ് തിരുവനന്തപുരം ശരിക്കും ഹാർട്ട് ഓഫ് സിറ്റിക്കകത്ത് ഒരു സ്ഥാപനം ഇട്ടിരിക്കുക. ട്രിവാൻഡ്രത്തിൻ്റെ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ആരും അങ്ങനെ ഇരുത്തി പൊറപ്പിക്കില്ല. ചെറിയ ഉടായ്പ കാണിച്ചാൽ പോലും അതിനെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തമാശയ്ക്കെങ്കിലും ആളുകൾ പണ്ടുള്ളവർ പറയും, പത്മനാഭസ്വാമി പേടിച്ചിട്ടാണ് കയറി കിടന്ന് കളഞ്ഞത് തിരുവനന്തപുരംകാരെ, കാലുവാരി തള്ളിയിടുമെന്ന് പേടിച്ചിട്ട്. ബാക്കി ദൈവങ്ങളൊക്കെ നിൽക്കുകയിരിക്കുകയെ ചെയ്യുകയാണ്. അപ്പോൾ അത്ര തമാശയ്ക്ക് പറയണമെങ്കിലും തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളുടെ ഫ്യൂച്ചർ അറിയണം. അതിന് പല മാർഗങ്ങളുണ്ട്. നമ്മൾ ഉദാഹരണം ജാതകം നോക്കിയിട്ട് ഒരാളിൻ്റെ കാര്യങ്ങൾ പറയാം. ഈ ജാതകം എത്ര കണ്ട് സത്യമുണ്ട്? ജാതകത്തിൽ ഇന്ന് ആരാണ് സാധാരണ ഡെലിവറി നടക്കുന്നത്? എല്ലാം പ്രസവിപ്പിക്കുകയാണ് ചെയ്യണത്. ഡോക്ടറും അതുപോലെ പേഷ്യൻറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് ഒരു ഡേറ്റ് എടുത്തിട്ട് ആ ഡേറ്റിന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുകയാണ്. ഈ കൊച്ചിൻ്റെ ജാതകം എങ്ങനെ ശരിയാവും? ഇത് വെച്ചിട്ട് ജാതകം എഴുതി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ കൊച്ചിനെ ഇന്ന മേഖലയിൽ പഠിക്ക് അല്ലെങ്കിൽ ഇന്നത് നീ ചെയ്യുമെന്ന് പറഞ്ഞു വിട്ടത് എത്ര കണ്ട് സത്യമാവും? അങ്ങനെയാണ് ഇന്ന് കല്യാണം കഴിപ്പിച്ചുകൊണ്ട കുട്ടികളെല്ലാം പോണതിൻ്റെ ഇരട്ടി സ്പീഡിൽ തിരിച്ചു വരണേ. പോകുന്നത് എങ്ങനെയാണ്? വളരെ എല്ലാവരും കാലിലൊക്കെ തൊട്ടുകൊഴുത് ടാറ്റയൊക്കെ പറഞ്ഞ് പതുക്കെ പോകും. തിരിച്ചു വരുന്നത് അങ്ങനെയല്ല, ഇത്രയും ഇരട്ടി സ്പീഡിലാണ് തിരിച്ചു വരുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺ ജാതകങ്ങൾ തെറ്റുവരാം. അപ്പോൾ ഞാൻ ആ ഫ്യൂച്ചറോളജിയിലേക്ക് വന്നപ്പോൾ ഇതിനെ എല്ലാത്തിനേക്കാളും നമുക്ക് സത്യവത്തായ ഒന്നെന്ന് പറയുന്നത് പാമിസ്ട്രിയാണ്. നമ്മൾ ഒരാളിൻ്റെ തലയിലെഴുത്ത്, അപ്പോൾ നമ്മൾ പലരും കളിയാക്കിയിട്ടുണ്ട്. ഞാൻ തലയിലെഴുത്ത് കണ്ടിട്ടുണ്ട്. കാരണം ഈ
ഫ്യൂച്ചറോളജിയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തല ഈ 2 ഭാഗത്ത് 2 ലോക്കുണ്ട്. ഇവിടെ പൊട്ടിച്ചിട്ട് ഇത് ഇളക്കുമ്പോൾ ഒരു ഹെൽമെറ്റ് ഇളവും പോലെ ഇളകി വരും. ഇതിൻ്റെ അടി സൈഡിൽ എഴുതിയിട്ടുണ്ട്. നമ്മളെ തലയോട്ടിയിലെ അടി സൈഡിൽ നമ്മളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ കയ്യിൽ കാണുന്ന എല്ലാം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന് 2 സ്ഥലത്ത് കോപ്പി ചെയ്തിട്ടുണ്ട്, നമ്മളെ കയ്യിലും കാലിൻ്റെ അടി സൈഡിലും. കാലിൻ്റെ അടിയിലുള്ള രേഖകളും കാലിൻ്റെ അടിയിലുള്ള രേഖകൾ എല്ലാം സെയിമാണ്. ഇതുപോലെ നമുക്ക് വ്യക്തമല്ല, പക്ഷെ രേഖ കയ്യിൽ കാലിൻ്റെ അടി സൈഡിൽ വെച്ചിട്ട്. അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്ന് പറയുന്നത് ഭ്രൂണവും അണ്ഡവും ചേർന്ന് കുഞ്ഞുണ്ടാകുന്ന സമയത്ത് ഇതെല്ലാം കൈ തലയോട് ചേർന്ന രീതിയിലായിരിക്കും ഉണ്ടാവുകയെന്നും പിന്നീട് ഇത് വിട്ടുപോകും. ഇത് നമ്മുടെ ചാനലിൽ തന്നെ ഇന്റർവ്യൂവിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ കയ്യിലെ രേഖകൾ തന്നെ ആയിരിക്കും ഈ തലച്ചോറിലുണ്ടാകുന്ന രേഖകൾ അത് തലയോട്ടിയിൽ മാർക്ക് ചെയ്യപ്പെടും. ഇങ്ങനെയല്ല സാർ, നമ്മൾ അത് പറയുമ്പോൾ SCT ഹോസ്പിറ്റലിൽ 3 മാസം അവിടെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഈ ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് ജനിച്ച് വരും. ഈ കുഞ്ഞ് എങ്ങനെ ജനിച്ചു വന്നു എന്ന് ആ പ്രസവം എടുത്ത ഡോക്ടറോ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ആളുകളോ അല്ലെങ്കിൽ നമ്മളെ പേഷ്യൻ്റെ കൂടെ ഉള്ളവരോ അമ്മയോ അവരൊന്നും തന്നെ അത് നോക്കാറില്ല. 2 രീതിയിൽ കൈ ഇങ്ങനെ വെച്ച് വരും. ഒന്ന്, നല്ല 99% കുട്ടികളും ഈ പെരുവിരൽ മറ്റ് വിരലുകളോട് ചേർത്ത് വെച്ച് ജനിച്ചു വരും. 1% കുട്ടികൾ പെരുവിരൽ കൈക്കുള്ളിൽ വെച്ച് ജനിച്ചു വരും. ഇങ്ങനെ വരുന്ന കുട്ടി ജനിക്കുമ്പോഴേ പറഞ്ഞുകൊണ്ട് വരികയാണ്, എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് എൻ്റെ ഓർഗന് കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് കുഞ്ഞ് തന്നെ പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരികയാണ്. ഇങ്ങനെ പിടിച്ച ഈ കൈക്കുള്ളിൽ വെച്ച് വരും. നമ്മൾ ആ സമയത്ത് ആ കുഞ്ഞിനെ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ജാതകം അപ്പോൾ ശരിക്കും നോർമൽ ഡെലിവറി ആണെങ്കിൽ ജാതകം പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ കുഞ്ഞിന് ബാലാരിഷ്ട കൂടി വന്നിരിക്കുകയാണ്. നമുക്ക് കൈ പരിശോധിക്കുമ്പോൾ തന്നെ കൈ ആ സമയത്തൊന്നും നോക്കാൻ വലിയ പാടാണ്. കാരണം കൈ ഇങ്ങനെ വളരെ സോഫ്റ്റാണ്, നമുക്കിങ്ങനെ ബലം പ്രയോഗിക്കാനൊന്നും പറ്റത്തില്ല. വളരെ നോക്കുമ്പോൾ ആ കുഞ്ഞ് ലോകത്ത് ജനിക്കുന്ന എല്ലാ പേരും 7 ജാതി കരങ്ങളിലേ ജനിക്കുള്ളൂ. 7 ടൈപ്പ് കൈകളുണ്ട്. ഇന്ന് ഞാൻ 49 ലോകരാജ്യങ്ങളിൽ പോയി ഏകദേശം 4.5 ലക്ഷത്തോളം പേരെ കൺസൾട്ട് ചെയ്തിട്ടുള്ളതിൽ 7 ജാതി കരങ്ങളേ ഉള്ളൂ. അപ്പോൾ അവൻ ഏത് ജാതി കയ്യിലാണ് ജനിച്ചതെന്ന് അവിടുന്നേ ആ കൈയുമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്ന് ഒന്നും സംഭവിക്കുന്നില്ല. ഗർഭപാത്രത്തിൽ വെച്ചാണ് രേഖ ഉത്ഭവിക്കുന്നത്, അല്ലാതെ ജനിച്ചതിന് ശേഷമല്ല. ജാതകത്തിന് എപ്പോഴാണ്? കുഞ്ഞ് ജനിച്ചതിന് ശേഷം. അല്ല, അതിനകത്ത് എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ഈ 2 ദിവസം മുമ്പ് ഇതേ ചോദ്യം ഒരാളോട് ചോദിച്ചതാണ്. ഒരു കുഞ്ഞിൻ്റെ ജനന സമയം എന്ന് പറയുന്നത് ആ കുട്ടി മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയമാണോ, കുട്ടിയുടെ മാതാവിൻ്റെ ഉദരത്തിൽ പിതാവിൻ്റെ ബീജവുമായി ചേർന്ന് കുഞ്ഞിൻ്റെ ആദ്യത്തെ ജനനമാണ്? ശരിക്ക് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ശരിക്കും കുഞ്ഞ് പുറത്തോട്ട് വരുന്നതല്ല ജനനം. 278 ദിവസം ബാക്കിലോട്ടാണ് കുഞ്ഞിൻ്റെ കണക്ക് കൂട്ടണം. അങ്ങനെ കൂട്ടി വരുമ്പോൾ ഓരോ മാസങ്ങളിൽ ഈ അമ്മയ്ക്കും അച്ഛനും ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് ജാതകത്തിൽ വിവരിക്കാൻ പറ്റും. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുള്ള ജാതകം. പക്ഷെ ആ 278 ദിവസങ്ങളിൽ ഇപ്പൊ 8-ാം മാസത്തിലോ 9-ാം മാസത്തിലോ 9 മാസം 9 ദിവസം കഴിഞ്ഞും ഒക്കെ കുട്ടികൾ ഉണ്ടാവുന്നു. ഇല്ല, 9 ദിവസം കഴിഞ്ഞൊരു കുഞ്ഞുങ്ങളുണ്ടാവും. അല്ല, അതിന് മുമ്പ് അതുവരെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ 8-ാം മാസം മുതൽ അല്ലെങ്കിൽ 7-ാം മാസം മുതൽ ഇത്രയും ദിവസത്തിനിടയിൽ കുട്ടികൾ ഉണ്ടാവുന്ന കഥ നമ്മൾ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഈ 278 എന്ന് പറയുന്ന കണക്ക് അവിടെ അതുവരെ അപ്പൊ കുഞ്ഞ് നേരത്തെ ജനിച്ചു വന്നല്ലോ. അപ്പൊ ഡോക്ടർക്ക് തന്നെ അറിയാമല്ലോ കൊച്ചു മാസം തികയാതെ പ്രസവിച്ചാണെന്ന്. അപ്പൊ പിന്നെ അതിന് ബാക്കിലോട്ട് എടുത്താൽ മതി. അപ്പൊ അതിലൊരു തെറ്റ് നമുക്ക് വരാനില്ല. ഇപ്പം ഈ 9 മാസം 9 ദിവസം എന്നുള്ളത് ചിലപ്പോൾ കുഞ്ഞുങ്ങൾ 7-ാം മാസത്തിൽ പ്രസവിക്കാറുണ്ട്, 8-ാം മാസത്തിൽ പ്രസവിക്കാറുണ്ട്. ഈ ഡോക്ടർമാർ പല സാഹചര്യങ്ങൾ കൊണ്ട് പ്രസവിപ്പിക്കാറുണ്ട്. അമ്മയ്ക്ക് അല്ലെങ്കിൽ BP-യുടെയോ മറ്റെന്തെങ്കിലും ആതുരാവസ്ഥ കൊണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. എൻ്റെ സഹോദരിയുടെ 2ാമത്തെ കുട്ടി, ആദ്യത്തെ കുട്ടി സിസേറിയൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിശ്വാസിയായ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് നോക്കുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് പ്രത്യേകിച്ച് സമയമോ നാളോ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, എന്തായാലും ഇത് സിസേറിയനാണ്. അപ്പം അവരൊക്കെ ഭയങ്കര വിശ്വാസികളായതുകൊണ്ട് അവരെന്നോട് പറഞ്ഞു, നമ്മൾ സ്ഥിരമായി നമ്മൾ കൺസൾട്ട് ചെയ്യുന്നൊരു ജ്യോതിഷമുണ്ട്, അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടിട്ട് എന്നെയാണ് ഏൽപ്പിക്കുന്നത്, സമയം കുറിച്ചതാ. ഇവർക്ക് ഹോസ്പിറ്റലാണ്. ഞാൻ ആ ജ്യോതിഷൻ്റെ അടുത്ത് പോയി. ഹരിച്ചേട്ടനാണ്, ചേത്രി ഹരി വിനായക ജ്യോതിഷാലയം. ഹരിച്ചേട്ടൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ആ ഹരിച്ചേട്ടനെ കാണണമെങ്കിൽ തന്നെ വലിയ പാടാണ്. അപ്പോൾ ഞാൻ എങ്ങനെയോ ഉച്ചയ്ക്ക് അദ്ദേഹം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് കഴിച്ചിട്ട് വരാമെന്ന് പറയാൻ വേണ്ടി പുറത്തോട്ട് എന്നെ കണ്ടു, അകത്തേക്ക് വിളിച്ചു. എന്താ ഞാൻ പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഡോക്ടർ പറഞ്ഞു. പുള്ളി അവിടെ ഇരുന്നു, കഴിക്കാൻ പോയ ആളൊക്കെ ഇരുന്നു, എന്നെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഒരു കുട്ടിയുടെ ജനനമെന്ന് പറയുന്നത് സഹസ്ര
പത്മദളങ്ങളിലേക്ക് ഒരു സൂചി കുത്തിയിറക്കുന്ന സമയം കൊണ്ട് സംഭവിക്കേണ്ടത് അതിന് സമയം കുറിക്കാൻ ഞാനെന്നല്ല, ജ്യോതിശാസ്ത്രം അറിയുന്ന ആരുമില്ല രോഹിത്തെ, നിങ്ങൾ രോഹിത് വരരുതായിരുന്നു പോലെ. അപ്പോൾ ഞാൻ വന്നതല്ല. അപ്പോൾ പറഞ്ഞു എൻ്റെ സഹോദരിയാണ്, എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റിയാലോ, ഇത് തന്നെ ഞാൻ അവിടെ പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ തന്നെ ഇപ്പോൾ 100%. വേറെ ഇപ്പോൾ പറഞ്ഞ പോലെ വളരെ സത്യവത്തായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാനിവിടെ കൺസൾട്ടേഷൻ ചെയ്യാൻ ഇവിടെ ഇരിക്കുമ്പോൾ പല ഡോക്ടേഴ്സും പറഞ്ഞു വിട്ട് ആളുകൾ വരാറുണ്ട്. ഇതൊക്കെ നമുക്കും അറിയാം. സാറ് കുറിച്ച് കൊടുക്കുന്നുണ്ടോ? ജനനം സത്യസന്ധമാണ്, ജനനം ഈശ്വരഹിതമാണ് എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഇത് രണ്ടും ഇപ്പോൾ ഈശ്വരഹിതമല്ല. ജനനവും മരണവും ഈശ്വരഹിതമല്ല. മരണവും അല്ല, ഒരിക്കലും അല്ല. കാരണം ഇന്ന് മരിച്ച ഒരാളിനെ ഹോസ്പിറ്റലിലേക്ക് മരിച്ച ഏകദേശം മരണ അവസ്ഥയിലേക്ക് പ്രവേശിച്ച് ജീവൻ്റെ ലാസ്റ്റ് ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാർട്ടിൻ്റെയും അല്ലെങ്കിൽ മറ്റു ഓർഗൻ എല്ലാം നിന്നതിന് ശേഷമാണ് മരണം സംഭവിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ശിരസിൽ നിന്ന് ഈ ജീവൻ പുറത്തേക്ക് അത് പോവും. അത് ലാസ്റ്റ് ഘട്ടത്തിലാണ്. അത് കാണാൻ പറ്റില്ല. എല്ലാവരും ഇത്രയും കഴിയുമ്പം ആളിനെ ബോഡി അങ്ങോട്ട് മാറ്റിയിടും. അതിന് ശേഷമാണ് ശരിക്കും മരണം സംഭവിക്കുന്നത്. അപ്പോൾ അത് അവസാനം നമ്മളെ സഹസ്രതലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ജീവനാണ് പുറത്തു പോണേ. അപ്പോൾ അത് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ പോലും നമ്മൾ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്താൽ ആളുകളെ 2-3 ദിവസം ചുമ്മാ ഡോക്ടേഴ്സ് വച്ചിരിക്കും. അപ്പോൾ നമ്മൾ മരിക്കുന്ന ഡേറ്റ് ഒന്ന്, മരണ ഡേറ്റ് ഡോക്ടർ തരുന്ന ഡെത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് വേറൊന്ന്, കുഞ്ഞിൻ്റെ യഥാർത്ഥ ജനനസമയം ഒന്ന്, കുഞ്ഞിന് തരുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റ് ഒന്ന്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിലെ ഡേറ്റാണ് വച്ചിട്ടാണ് ഡെത്ത് ഡേറ്റും ബർത്ത് ഡേറ്റും കണക്കാക്കിയാണ് നമ്മളെല്ലാം ചെയ്യണേ. ഈ കറക്റ്റ് ബർത്ത് ഡേറ്റോ സമയമോ കബഡിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും സഹായത്തോടെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞ കൈയിലൂടെ കണ്ടുപിടിക്കാം. ഇത് ശകലം പോലും തെറ്റുവരില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ ഇന്നിപ്പോൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ പറയും. ഒരിക്കൽ അമേരിക്കക്കാരനായ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളൊക്കെ 100 വർഷം ബാക്കിലാണ് ഇന്ത്യക്കാരൊക്കെ, ഇനി 100 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് നിന്നത്. അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ പറഞ്ഞു, ഞങ്ങൾ 100 വർഷം മുന്നിലാണ്. കാരണം ഞങ്ങൾ 100 വർഷം മുമ്പ് ഞങ്ങളെ മുത്തച്ഛന്മാർ ഞങ്ങൾ ഒരു ഡോക്യുമെൻറ്റേഷന് പോകുമ്പം അന്ന് തമ്പ് എടുത്തിട്ടാണ് ഒപ്പിടണേ. ഷൂ വരയ്ക്കാനേ അറിയാവൂ, പേരെഴുത ഒപ്പിടാൻ അറിഞ്ഞൂടാ. അന്ന് എല്ലാവരും വിരൽ വെച്ചിട്ട് ഒരു ഷൂവും കൂടി വരച്ച് അതിൻ്റെ മീതെ വരച്ചിട്ടാണ് ഞങ്ങൾ അപ്പൂപ്പന്മാർ ചെയ്തുകൊണ്ട് തന്നെ. നീ ഇന്ന് ഇത് ചെയ്യണതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളാണ് 100 വർഷം മുന്നിൽ. ഞങ്ങൾ 100 വർഷം മുമ്പ് ചെയ്ത കാര്യം നീ ഇന്ന് ചെയ്യണതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഏത് ഡോക്യുമെൻറ്റേഷന് വേണമെങ്കിലും, ഞാൻ അമേരിക്കയിൽ ആദ്യമായിട്ട് ശരിക്ക് 16 വർഷം മുമ്പാണ്. അന്ന് പോയ സമയത്ത് ചെന്നൈയിൽ വെച്ചായിരുന്നു ബയോമെട്രിക് ടെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി എന്നെ കൊണ്ട് എൻ്റെ വിരൽ പിടിച്ചു അങ്ങനെ വയ്ക്കുന്നു ഇങ്ങനെ വയ്ക്കുന്നു. ഇവരിങ്ങനെ കുറേ അട്ടഹാസം കാണിപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും വലിയ ടെൻഷനിലായിരുന്നു. ഇതിന് പോകണവരെ വിസ കിട്ടുമോ എന്ന് വളരെ പ്രശ്നത്തിലാണ്. ഞാൻ വളരെ പ്രശ്നമൊന്നുമില്ല, ചിരിച്ചു. കാരണം ഇവനൊക്കെ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്ന ഇതുകൊണ്ടല്ല, ഇവൻ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയല്ലോ. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ദുബായിൽ ഒരു സ്ഥാപനമുണ്ട് എനിക്ക്, കരാമയിൽ, പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സ്ഥാപനമുണ്ട് ജമ്മു. അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. അവിടെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഈ നമ്മളെന്താ പറയാം, കൺസൾട്ടേഷൻ അനുവാദം കിട്ടണമെങ്കിൽ നമുക്ക് ജുവലറിയിലെ ലൈസൻസിലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ അസ്ട്രോളജി കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈസൻസ് എടുത്ത് അവിടെ തുടങ്ങി. അവിടെ ചെന്ന് ഇപ്പം വിസ അടിക്കാൻ പോയപ്പോൾ അവരും എനിക്ക് എമിറേറ്റ്സ് ID വേണമെങ്കിൽ ബയോമെട്രിക്. അപ്പോൾ അവരും ഇപ്പം പഠിച്ചു തുടങ്ങി. അപ്പം നമ്മളെ പൂർവികർ എന്ന് പറയണത് നമ്മളെ ഭാരതത്തിലില്ലാത്ത ഒന്നും ഇനി ലോകത്തൊരുത്തം കണ്ടുപിടിക്കാനുമില്ല, ലോകത്തില്ല. നമ്മൾ കണ്ടുപിടിച്ചതിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫ്യൂച്ചറോളജിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞ പാംസ്ട്രീ, ഇത് ഒരു കുട്ടി, ഞാൻ പറഞ്ഞു 7 ജാതി കരങ്ങളുണ്ട്, 7 ഡിഫറെൻറ്റ് ടൈപ്പ് ഹാൻഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കൈ എടുക്കുമ്പോൾ, അപ്പോൾ താങ്കളെ കൈ ഇന്ന ജാതി കൈ, ഇപ്പോൾ ആ കൈ ചട്ടുകാകൃതി കൈയാണ്, എനിക്ക് അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം ചട്ടുക ജാതി കൈയാണ്. ഈ ചട്ടുക ജാതി കൈക്കാർക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അവനെ ഈ കൊച്ചുകുട്ടിയാണ് ഈ സമയത്ത് അവൻ എന്താണ് അവൻ്റെ തലയിൽ എഴുതി വെച്ചിരിക്കണമെന്ന് കണ്ടിട്ട് അവനെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുമ്പോൾ ഒരു കുട്ടിയും മോശമാവില്ല. ഞാൻ പറയാണ്, ഒരു അച്ഛൻ്റെ അമ്മയും മക്കളും, പിന്നെ ജന്മനാൽ വല്ല ഡിഫക്റ്റായിട്ട് വരുന്ന കുട്ടികൾ ആരുമല്ല ഞാൻ പറഞ്ഞു തരണം, അതൊക്കെ ചില 1% കുട്ടികൾ, ഇല്ലാതെ ഒരു കുട്ടി മോശമാവില്ല. കാരണം അവൻ്റെ തലയിലെഴുത്ത് ഇവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ്. അവൻ ഏത് ജാതി കൈ, അപ്പോൾ അവനെ ഏത് മേഖലയിലൂടെ കൊണ്ടുപോകാം. ഇപ്പോൾ താങ്കളെ കൈ തന്നിരിക്കുന്നത് ചട്ടുകാകൃതി കൈയാണ്. ചട്ടേ കൈക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് ചട്ടേ കൈ കാറ്റഗറിയിൽ 2nd ടൈപ്പ് കൈയാണ്.
ചട്ടുകാലത്ത് കൈക്കാർ എപ്പോഴും ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്, അവരെപ്പോഴും ഐഡിയക്കാരാണ്, അവർ ഒന്നുകൊണ്ട് തൃപ്തിപ്പെടില്ല, ഒരേ സമയത്ത് ഒന്നിലധികം കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. അവരുടെ മേഖല എന്താണ്? അവരെ എൻജിനീയേഴ്സായിട്ട് അവനെ കൊണ്ടുപോകാം, അതുപോലെ അവനെ സയൻറ്റിസ്റ്റായിട്ട് കൊണ്ടുപോകാം, അവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു ഫിലിം ഡെവലപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഒരു ഫിലിം സംവിധാനം ചെയ്യണോ, ഇതൊക്കെ നിങ്ങളെ കൈക്ക് പറഞ്ഞിട്ടുള്ള കൈയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിലൂടെ അല്ല, ഇത് മാത്രമല്ല ഒരു ബിസിനസ്സിലേക്കാണോ, ബിസിനസ്സുകാർ നിങ്ങൾ മാറി നിൽക്കേണ്ടി വരത്തില്ല. കാരണം ചട്ടിയ കൈക്കാർക്ക് അത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഏത് കാലാവസ്ഥയിലും അവൻ ജീവിക്കും. അപ്പോൾ അവന് പറയാണ്, അവനെ കൊണ്ടുവന്നിട്ട് പറയാണ്, എൻ്റെ മോനെ എൻജിനീയർ ആക്കണം, ധൈര്യമായിട്ട് നീ ആക്കിക്കോ, ധൈര്യമായിട്ട് ആക്കിക്കോ, അവിടെ ചോദിക്കേണ്ട ആവശ്യമൊന്നും, അവൻ എൻജിനീയറാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് സാർ, ഈ എല്ലാ മാതാപിതാക്കൾക്കും വളരെ ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹമല്ല അത്യാഗ്രഹം. ആ ആഗ്രഹങ്ങൾ എന്നിലൂടെ നടത്തിയെടുക്കാൻ പറ്റിയില്ല, എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് പല സാഹചര്യങ്ങളും എന്നെ കൊണ്ട് പറ്റിയില്ല. എൻ്റെ പിന്നെയുള്ള ആഗ്രഹം എന്താണ്, എൻ്റെ മക്കളെ അതാക്കി എൻ്റെ ആഗ്രഹ സഫലീകരണം ഉണ്ടാവണം. അവരുടെ ആഗ്രഹം എന്താണ്, എൻ്റെ മക്കളെ കൊണ്ട് മക്കളിലൂടെ എൻ്റെ ആഗ്രഹം സഫലീകരിക്കണം. രക്ഷകർത്താക്കൾ അതിനു വേണ്ടി കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നഴ്സറി ക്ലാസ് തൊട്ട് നീ ഡോക്ടർ, 2 മക്കളുണ്ടെങ്കിൽ നീ എൻജിനീയർ, അല്ലെങ്കിൽ നീ വക്കീൽ, ഇതാക്കി കൊണ്ടുവരും. ഈ കുട്ടിക്ക് ഇതിനുള്ള യോഗമുണ്ടോ എന്ന് ചിന്തിക്കാറ് പോലുമില്ല. ഈ കുട്ടിക്ക് എന്ത് ചെയ്യും, അതിനുള്ള എല്ലാം ഇവർ ഫീഡ് ചെയ്ത് കൊടുക്കും. ഒരു സബ്ജക്റ്റ് അല്പം മോശമാണെങ്കിൽ ഉടനെ തന്നെ വേറെ അഡീഷണൽ ഒരു ടീച്ചറെ വെച്ച് ആ സബ്ജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം ചെയ്യും. ചിലപ്പോൾ അവൻ ഡോക്ടറായിരുന്നിരിക്കും, പക്ഷെ അവൻ സർവീസ് ചെയ്യില്ല. അവന് ഡോക്ടറായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിറങ്ങി പേരൻസിൻ്റെ പൈസ മൊത്തം മുടിച്ചിട്ട് യവൻ വേറെ വല്ല പഠിക്കും പോകും. യവൻ ഹോസ്പിറ്റലിലേക്ക് പോകത്തില്ല. യവൻ എൻജിനീയറായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് 5 വർഷം പഠിച്ചിറങ്ങിയിട്ട് അവൻ വേറെ പണിക്ക് പോകും. ഇതിനെല്ലാം മെയിൻ റീസൺ ഈ രക്ഷകർത്താക്കളുടെ അപാകതയാണ്. അപ്പോൾ നമ്മളെ കുട്ടി അവരെപ്പോഴും നോക്കണമെന്ന് വെച്ചാൽ അപ്പുറത്തെ ആളുടെ കുട്ടി ഡോക്ടറായി, ഇപ്പോഴത്തെ കുട്ടി ഡോക്ടറായി, അതുകൊണ്ട് എൻ്റെ മോൻ എന്തുകൊണ്ടാകില്ല, അവന് ഇതിനേക്കാളും എല്ലാ സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കുകയല്ലേ. എൻ്റെ അടുത്ത് കൊണ്ടുവരുന്ന കേസുകളാണ്. എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത് സാറേ, എന്നിട്ട് അവൻ ആ പുസ്തകം കൈകൊണ്ടിട്ടില്ല. അവന് പറഞ്ഞിരിക്കുന്ന അതല്ല. ചിലർ പുസ്തക പുഴുക്കളായിരിക്കില്ല, അവൻ ബുദ്ധിജീവിയാണ്, അവൻ പുസ്തക പുഴുവല്ല. ഇത് ഈ പാരൻസ് അറിയില്ല. അപ്പോൾ ഇത് നമ്മൾ കൈ നോക്കുമ്പോൾ നമുക്ക് നോക്കാം. ഉദാഹരണം, 1ാം സ്ഥാനത്തുള്ള കൈ വന്നു, ഫസ്റ്റ് ടൈപ്പ് കൈ വന്നു. അത് ചതുരാകൃതി കൈയാണ്, സ്ക്വയർ ടൈപ്പ് ഹാൻഡ്സ് വരും. ഈ ചതുര കൈക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പ്രത്യേകത ആൾക്കാരാണ്. ഈ ചട്ടയ കൈക്കാരെ പോലെ അവർ ഓടി കിടന്ന് 9 കാര്യമൊന്നും ചെയ്യാനൊന്നും പോവില്ല. ഈ ചട്ടയ കൈകാരൻ ഒരുപാട് പണി വാങ്ങിക്കുന്നവർ ഉള്ള കൊട്ടേഷൻ എല്ലാം എടുക്കും, എടുത്തിട്ട് അതെല്ലാം അവരെ തന്നെ ലാഭം. എടുക്കുന്ന കൊട്ടേഷൻ പിന്നെ എന്തെങ്കിലും കൊണ്ട് വയ്ക്കുന്നുണ്ട്, ഒരു കാര്യമില്ല. പക്ഷേ ഉള്ള കൊട്ടേഷൻ ഒക്കെ എടുത്ത് പണി വാങ്ങിക്കും. നമുക്കൊരിക്കലും സമാധാനം കിട്ടും, നമുക്ക് നഷ്ടം. അപ്പോൾ അത് വരും. ചതുര കൈക്കാരങ്ങനെയല്ല, അവർ ഭയങ്കര അഭിമാനികളാണ്. അവർ നേരെ അവരെ കാര്യം നോക്കും, പതുക്കെ വീട്ടിൽ പോകും. നേരെ അവരെ കാര്യം നോക്കും, വീട്ടിൽ പോകും. അവർ അധ്യാപകർ, അഡ്വക്കേറ്റ്, ഡോക്ടേഴ്സ്, അതുപോലെ റെസ്പെക്റ്റീവ് ആൾക്കാർ. അവരെ ജോലി എന്ന് പറഞ്ഞാൽ അവർ ആശുപത്രി പോകും, വീട്ടിൽ പോകും. വേണമെങ്കിൽ ആശുപത്രിയിലും കൺസൾട്ട് ചെയ്യും, വീട്ടിലും പോയി കൺസൾട്ട് ചെയ്യും. ഇല്ലാതെ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയുള്ള പരിപാടിക്കും വല്ല ആവശ്യമില്ലാത്ത കൊട്ടേഷൻ എടുക്കുന്നവരൊന്നുമല്ല. അപ്പോൾ ഈ വിവാഹക്കാരാണെങ്കിൽ അവനെ നമുക്ക് എന്ത് ചെയ്യണം, മോൻ എന്താണ് താല്പര്യം, നമ്മൾ ഉടനെ ഈ കൈ ചതുര കൈയാണ്, മോൻ എന്താണ് മോനെ. അത് അവൻ കുറച്ച് ദിവസം മുമ്പ് സാറേ ഡോക്ടറാവണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പിള്ളേരെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈ 5ാം ക്ലാസ് വരെ ആവണ ഒന്നായിരിക്കില്ല, 5ാം ക്ലാസ് കഴിയുമ്പോൾ. ഒരു 8ാം ക്ലാസ് ആകുമ്പോൾ അവൻ വേറൊന്നാവും, 10ാം ക്ലാസ് ആകുമ്പോൾ അതാവും, ഒരു 11, 12 ആകുമ്പോൾ ഒരു മാതിരിയെങ്കിലും പിള്ളേർക്ക് എവിടെയെങ്കിലും ഒരു ഇത് വരുള്ളൂ. ഇതിന് ചില പിള്ളേർ 10, 12 ആയാലും ഒന്നും അവർക്ക് എന്താവണം, ഒന്നും ആവാനുള്ള ചിന്താഗതിയിലേക്ക് പോകും. അവർ ചിന്തിക്കുന്നില്ല, ഒരു എയിമില്ല പിള്ളേർക്ക്. അപ്പോഴാണ് രക്ഷകർത്താക്കളുടെ ഇത് അവിടെ ഫീഡ് ചെയ്യും. അപ്പോൾ ഇത് വരാതെ നമുക്ക് നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ വേണ്ടി ഫാം സ്ട്രീറ്റിലൂടെ സാധിക്കും. പണ്ട് ജ്യോതിഷത്തിലൂടെ സാധിക്കും. കാരണം ഈ ജ്യോതിഷം എന്ന് പറയണത് തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൻ്റെ റൂട്ട് മാപ്പാണ്. എന്താണ് ജ്യോതിഷം എന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ കളിയാക്കും, ജ്യോതിഷം നോക്കിയിട്ട് എന്ത് കാര്യം, നമുക്ക് റൂട്ട് മാപ്പ് അറിയാമായിരുന്നു എന്താണ് കാര്യം.